ആ പുസ്തകം എന്നെ ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് പോളിയോ വന്നുള്ള ഒരാളാണ്. അപ്പോൾ കൂട്ടുകാരോടൊത്ത് നടക്കാനോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന കളികളിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ചില ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ബാല്യം പോകുന്നത്. പിന്നെ വായന എന്ന് പറയുന്നത് അമ്പിളിമാവൻ, ബാലരമ, പൂമ്പാറ്റ, അച്യുതം ബുക്സിൻ്റെ ഒരു ഭയങ്കര വർണ്ണാഭമായ കളറിലുള്ളൊരു പുസ്തകമുണ്ട്. ആ വായന എനിക്ക് അമ്പിളിമാവിനേക്കാളും കൂടുതൽ കരുത്തുണ്ട്. കാരണം നമുക്കിതില്ലാത്തതുകൊണ്ട് അതിലുള്ള കഥാപാത്രങ്ങൾ കാണിക്കുന്ന കാട്ടയങ്ങൾ, ഇപ്പോൾ മുതുകത്തെ എല്ലൊടിഞ്ഞു എന്ന് പറയുന്ന ഒരു ഇടി കഴിച്ചിട്ട് ഡോ എന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവം. ഇപ്പം നമ്മളിപ്പോൾ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ രവീനെ ഞാൻ കാണുന്നു, രവിയുടെ ഒപ്പം നടക്കുന്നു, രവി അവിടെ മാഷായിട്ട് ആ ക്ലാസ് മുറിയിൽ നിൽക്കുന്നതും. അപ്പോൾ അന്ന് തൊട്ടേ തസ്രാക്ക് പോകണമെന്നൊരു ആഗ്രഹമാണ്. പക്ഷേ എനിക്കത് സാധിച്ചത് 2022-ലാണ്. സംഗതി അവിടെ തുമ്പികളൊന്നും പറക്കുന്നില്ലെങ്കിൽ കൂടിയും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരിടമാണല്ലോ. പിന്നെ എൻ്റെ ഉള്ളിലുള്ളത് മുകുന്ദൻ്റെ വെള്ളിയാങ്കല്ല് ഒന്ന് പോകണമെന്നാണ്. ആ വെള്ളിയാങ്കല്ല് പോകാൻ എന്നുള്ള സംഭവം ഉണ്ടായത് നമ്മുടെ ഈ അടുത്ത് ഞാൻ വായിച്ച സമുദ്രശിലയിൽ അവർ പോകുന്നുണ്ട് ആ ഒരു പാറയിലേക്കൊക്കെ. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നതിലേക്കുള്ള വഴികൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ്. 2 വർഷം മുമ്പ് ഒരു ചീർപ്പെടുക്കാമെന്ന് വെച്ച് മുന്നോട്ട് പോയതാണ്. പക്ഷേ അവിടെ നിലത്ത് വെള്ളം ഉണ്ടായിരുന്നു. സ്കിഡ് ചെയ്തിട്ട് വീഴാണ്. അങ്ങനെ എൻ്റെ ഇടതുകാലിൻ്റെ തുടയലിൽ 3 എണ്ണമായിട്ട് പൊട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, പക്ഷേടാ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ പുസ്തകങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്, ആ പുസ്തകം എന്നെ ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതെന്നെ ഇങ്ങനെ പ്രാപ്തമാക്കി നിങ്ങളോട് സംസാരിക്കാൻ ഒരു കഴിവാക്കി. അപ്പോൾ അത് ഇപ്പം വേറെ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുസ്തകത്തിൽ നിന്ന് മാറില്ല. കാരണം ഇതിൻ്റെ ഒരു ശൂര്യമാണവും അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഹൃദ്യമാണ് പണ്ട് തൊട്ടേ. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറിച്ചു വെപ്പിച്ചൊരൻ പനീർ പൂവുകൾ, കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ.